ഹായ് ഗൈസ്, ഇപ്പോൾ സമയം 5 മണിയാണ്. എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം റിവീൽ ചെയ്യാനുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത്. സന്തോഷമാണോ സങ്കടമാണോ എന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പറയാം ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻസി ഇന്ന് ഞാൻ ജസ്റ്റ് എനിക്ക് പീരീഡ്സ് ആയിട്ടൊരു 10 months ഡിലേ ആണ്. എനിക്ക് PCOD ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ന് രാവിലെ ചിക്കൻ കറി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ദിസ് ഈസ് നോട്ട് ഐ വാസ് എക്സ്പെക്റ്റിംഗ്. എനിക്കറിയത്തില്ല, ഗൂഗിളിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ എങ്ങനെ എടുക്കും, സർപ്രൈസ് ആവോ കരയുമോ ഒന്നും എനിക്കറിയത്തില്ല. അവനിപ്പോൾ കിടന്ന് ഉറങ്ങുവാണ്, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അതേ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പം നമുക്ക് അവൻ്റെ അടുത്ത് പോയി പറയാം, അവൻ്റെ റിയാക്ഷൻ നമുക്ക് എടുക്കാം. സോറി, എനിക്ക് തമാശക്ക് ഉമ്മയാണോ പട്ടി? ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ അങ്ങനെ എപ്പോഴൊന്നും വീഡിയോ ഇടാറില്ല. വെൽക്കം ബാക്ക് പറയേണ്ട ആവശ്യമില്ല. അതെ, പ്രത്യേകിച്ച് നമ്മൾ വ്ളോഗൊന്നും ഇടാറില്ല. അങ്ങനെ എന്താ പറയുക, ഇടയ്ക്ക് പണ്ടൊക്കെ ഇടുമായിരുന്നു, പക്ഷേ ഇപ്പം ഇടാറില്ല. ഏകദേശം 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു അല്ലേ വ്ളോഗ് ഇട്ടിട്ട്. എന്റെ ചാനൽ പിന്നെ ഇടും, പിന്നെ ഇടും. എൻ്റെ ചാനൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അത് റിവീൽ ചെയ്യാമെന്നാണ് നമ്മൾ. നിങ്ങൾക്ക് തമ്മിൽ ഇടാൻ മനസ്സിലായി കാണും എന്താ സംഭവം എന്ന്. അപ്പോൾ വി ആർ ഹാവിങ് എ ബേബി സൂൺ. വി ആർ പ്രഗ്നൻറ്റ്. അതാണ് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നിങ്ങളൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഷോർട്സിലും കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് നമ്മുടെ ഓരോ വീഡിയോ ഇടാനകത്ത്. അപ്പം നിങ്ങളെ ഒന്ന് അറിയിക്കണം തോന്നി. നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി വരുന്നുണ്ട്. ഇപ്പം 5 മാസം കഴിഞ്ഞു. ഞാനാണെങ്കിൽ അതുകൊണ്ടാണ് കുറേ നാൾ വീഡിയോസ് ഒന്നും ഇടാത്തത്. എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാലും കാണാം, ഫുള്ള് ആദ്യത്തെ 3 മാസം ഫുള്ള് കിളി പോയ അവസ്ഥയായിരുന്നു. അപ്പൊ എന്നെ നോക്കണോണ്ട് ഇവനും അത് തന്നെയായിരുന്നു അവസ്ഥ. അതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആയത്. ഞാനും എല്ലാവരും കമന്റ് ഇടുന്നുണ്ടായിരുന്നു, റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല, എന്താണ് പോസ്റ്റ് ചെയ്യാത്തത്? തിരക്കുകൾ കാരണമാണ്. ഹോസ്പിറ്റല്, അതുപോലെ ഇവളുടെ കാര്യം നോക്കണം, അത് തന്നെ ഫുഡ് 24 മണിക്കൂറും വിശപ്പാണ്. ഇപ്പോഴും എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും കഴിക്കാൻ പോകണം. അപ്പം വിശപ്പും കാര്യങ്ങളും പിന്നെ ചെക്കപ്പും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ലൈഫാണ്. നമ്മളെ എല്ലാ സ്കാനും കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ വീഡിയോ ഇടുകയുള്ളൂ എന്നുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ 5 മാസം സ്കാൻ നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. വരുന്ന 28-ാം തീയതി അടുത്ത സ്കാനുണ്ട്. അതും കൂടെ പോകണം. ഇതുവരെല്ലാം ഓക്കെയാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ വേണം കേട്ടോ. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നത് ചേച്ചിക്ക് PCOD ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയതെന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് PCOD എങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊക്കെ. ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, PCOD ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയതെന്നൊക്കെ. അതെ, നമ്മുടെ റിവ്യൂൽ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റും വന്നതാണ്, ചേച്ചിക്ക് PCOD അല്ലായിരുന്നു, പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആയിരുന്നു. ഞാനിവിടെ ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോഴും എൻ്റെ ഡോക്ടർ പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ PCOD ഇല്ലാത്തവർ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് മൊത്തം ഈ PCOSും PCOD ഇല്ലാത്തവർ വളരെ കുറവാണ്. ഇപ്പം അതിന് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഈ മാറ്റം, ലൈഫ് ചേഞ്ചിലുള്ള മാറ്റങ്ങൾ, അതൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, അതിനു മുമ്പും ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഈ മെയിനായിട്ട് ഷൂട്ടിൻ്റെ കാര്യത്തായിട്ട് പുറത്ത് പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതെല്ലാം പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് നമുക്ക് ഡയറ്റ് നോക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ 35 കിലോ ഞാൻ പെട്ടെന്ന് 60 കിലോ വരെ 45 കിലോന്ന് പെട്ടെന്ന് ഒരൊറ്റ അടിക്ക് ഒരു 60 കിലോ അല്ലേ, 60 കിലോയിലോട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇവള് ചബ്ബിയായതും അതുപോലെ തന്നെ എന്താ പറയുക PCODയും കാര്യങ്ങളൊക്കെ വന്നതും. അപ്പം നോക്കിയപ്പം സിവിയർ PCOD ആണ്. എൻ്റെ അടുക്കെ ഡോക്ടർ പിടിച്ചെടുത്തിട്ട് പറഞ്ഞ് ഭയങ്കര PCOD ഉണ്ട്, നല്ലപോലെ ഉണ്ട്, നിനക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ. എന്നോടാണ് പറയുന്നത്, നിനക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ, നീ ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, എക്സസൈസ് ചെയ്യിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി.
പിന്നെ ഒരു കാര്യം പറയാം, PCOD ഉണ്ടെന്ന് പറഞ്ഞ് പ്രഗ്നന്റ് ആവാതൊന്നും ഇരിക്കത്തില്ല. PCOD ഉള്ളവരും പ്രഗ്നന്റ് ആവുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം ഒരു 3-4 മാസം ഫുൾ നല്ല ഡയറ്റ് ആയിരുന്നു. എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഡയറ്റ് പറഞ്ഞു തരും. അത് വെച്ച് ഞങ്ങൾ ഫുഡ് ചെയ്യും. പിന്നെ ജിമ്മിൽ പോവും. ജിമ്മിൽ റെഗുലറായിട്ട് രണ്ടുപേരും പോവായിരുന്നു. ഇപ്പൊ മാറി, ഇപ്പൊ 3-5 മാസമായിട്ട് പോകാൻ സാധിക്കുന്നില്ല. എനിക്കിപ്പോൾ ഞാൻ പിന്നെയും വണ്ണം വെച്ച് എനിക്ക് ഏകദേശം 95 kg എന്നാണ്. എനിക്ക് 95 kg 60 kg ഉള്ളപ്പോഴാണ് ഞങ്ങൾ എന്താ പറയുക PCOD പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോയി തുടങ്ങി. ഞാൻ എൻ്റെ ഒരു 85 kg വരെ എൻ്റെ വെയിറ്റ് കുറച്ചു. അറൗണ്ട് ഒരു 55-54 റേഞ്ചിൽ ഇവരുടെയും വെയിറ്റ് കുറച്ചു. ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ എൻ്റെ വെയിറ്റ് അറൗണ്ട് ഒരു 53-54 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് PCOD ഉള്ളത് കൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആവത്തില്ല അങ്ങനെ ഒന്നുമില്ല. ആരും അത് ഓർത്തൊന്ന് വിഷമിക്കരുത്. മാക്സിമം നമ്മൾ PCOD മാറ്റാൻ ശ്രമിക്കുക. അത് മാറാത്തൊരു നമുക്ക് കുറച്ചുകൊണ്ട് വരാനേ പറ്റത്തുള്ളൂ, ഫുള്ളായിട്ട് കളയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും സിസ്റ്റം ഉണ്ട്, എൻ്റെ ഓരോ ഓവറിൽ ചെറിയൊരു സിസ്റ്റം ഉണ്ട്. അത് പ്രഗ്നൻസിയോട് കൂടി പോകും എന്നാണ് ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. പക്ഷെ പ്രഗ്നൻസി ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും അത് പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ഒരു സൈഡിൽ പ്രഗ്നൻസിയും ഒരു സൈഡിൽ സിസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പതുക്കെ പതുക്കെ കുറയും. അതിന്റെ നമ്മൾ ചെക്കപ്പിന് പോകുമ്പോൾ നമ്മുടെ ബേബിയുടെ അളവും അതുപോലെ തന്നെ സിസ്റ്റിന്റെ വലുപ്പവും എല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് PCOD ഉള്ളവർ നല്ലപോലെ വർക്കൗട്ട് ഒക്കെ ചെയ്യുക, ഫുഡ് ശ്രദ്ധിക്കുക. പിന്നെ അതെ, എല്ലാവർക്കും അലോപ്പതി പറ്റണമെന്നില്ല. ഞാൻ ഹോമിയോ എടുത്ത സമയത്താണ് എനിക്ക് കുറച്ചും കൂടെ ചേഞ്ച് വന്നത്, PCOD കുറച്ചും കൂടെ കുറഞ്ഞത്. അതിന്റെ കൂടെ ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ട്, അത് എന്തായാലും പറഞ്ഞേ പറ്റും. എത്ര മരുന്ന് കഴിച്ചിട്ട് ജിമ്മിൽ പോകാൻ വയ്യ, തലറങ്ങി വീഴും, മൊത്തം പ്രശ്നമായിരുന്നു. അത് ഹെവി ഡോസ് ഉള്ള മരുന്നായിരുന്നു തന്നോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഹോമിയോയിലോട്ട് മാറി. ഹോമിയോ മരുന്നെല്ലാം വളരെ മൈൽഡ് ആയിട്ടുള്ള മരുന്നാണ്. പക്ഷെ കുറച്ചുകൂടെ ടൈം എടുത്തെന്ന് തോന്നുന്നല്ലേ? കുറച്ചുകൂടെ നമ്മൾ ടൈം എടുത്തു. അലോപ്പതി കഴിക്കുന്നേക്കാളും കൂടുതൽ ടൈം ഹോമിയോ കഴിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് അതിന്റെ കൂടെ ഡയറ്റും കൂടെ ചെയ്തപ്പം എന്റെ PCOD ഫുള്ള് പോയി. പക്ഷെ PCOD പോയെന്ന് തന്നെ നമ്മൾ അറിയുന്ന പ്രഗ്നന്റ് നോക്കിയപ്പോഴത്തേക്കാണ്. പ്രഗ്നൻസി നമ്മുടെ ഇപ്പൊ എങ്ങനെ പറയാം, നമ്മളിങ്ങനെ ഇത് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസി. നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ അറിയുന്നവർക്ക് അറിയാം. നമ്മൾ ഒരിക്കലും വീട്ടിൽ ഈ ഒരു 5 മാസം എങ്ങനെ ഇരുന്നെന്ന് അറിയത്തില്ല. അതും പ്രഗ്നന്റ് ആയിട്ടെന്ന് അറിഞ്ഞിട്ട് പോകുന്നതിന്റെ രണ്ടാമത്തെ തവണ ഞങ്ങൾ ലക്ഷദ്വീപ് പോകുന്നതിന്റെ തലേന്ന് നാളെ ട്രെയിനുണ്ട് ഗോവയ്ക്ക്. അപ്പം തലേന്നാണ് ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇടത്തുനിന്ന് നോക്കി ഞങ്ങൾ നേരെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടറോട് നമുക്ക് ഇതിന് ടെസ്റ്റ് കാണിച്ചു. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ട്രാവലിംഗ് ഒന്നും കുഴപ്പമില്ല, ഫസ്റ്റ് ചെയ്തല്ലേ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെക്കപ്പും ചെയ്തേക്കാന്ന് പറഞ്ഞു. ചെക്കപ്പും ചെയ്തു, കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയി. എന്നെ സംബന്ധിച്ച് എനിക്ക് PCOD ഉള്ളത് കൊണ്ട് എപ്പോഴൊക്കെ പീരീഡ്സ് ഡിലേ ആയാലും നമ്മൾ PCOD അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഒരു 2-3 മാസമൊക്കെ പീരീഡ്സ് വരത്തില്ല, അപ്പോഴേ ഞാൻ പറയുക PCOD ആയിരിക്കും. അങ്ങനെ PCOD ആണെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് കാർഡ് വാങ്ങി നോക്കിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയത്. അതിൻ്റെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോസ് ഇതിന്റെ പിറകെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PCOD ഉണ്ടെന്നും പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേര് PCOD ആണ്, അവർ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല ഡയറ്റ്, കൃത്യമായിട്ടുള്ള ഡയറ്റ് എടുക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം അല്ലേ? നമ്മൾ രണ്ടുപേരും, ഒരാൾ മാത്രമല്ല. ഇപ്പം നമുക്ക് കൺസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ പാർട്ട്ണറും അതേപോലെ ഹെൽത്തി ആയിരിക്കണം. അവനിപ്പോൾ ആൽക്കഹോൾ, ഡ്രിങ്കിങ്, അങ്ങനത്തെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഫസ്റ്റ് മാസത്തെ നമുക്ക് അബോർഷന്റെ മെയിൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ്, ക്രോമോസോമിന്റെ പരിചയമുള്ളവർ പോലും കുറച്ചുപേര് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം മെയിനായിട്ട് മെയിൽ സ്പേമും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പ്രശ്നം. അത് സിഗരറ്റ് രണ്ടുപേരും ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് മെയിൻ. ഞാനും ആ സമയത്ത് നല്ലപോലെ വർക്കൗട്ട്, ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു, ഇവിടെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പം നല്ലപോലെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇനി എല്ലാം തിരിച്ചുകൊണ്ട് വരണം. ടൈമൊന്നും പറയുമ്പോൾ കിട്ടുന്നില്ല. കണ്ടന്റ് ക്രിയേഷൻ, അതിൻ്റെ ഇടയ്ക്ക് ചെക്കപ്പ്, ഹോസ്പിറ്റലിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം കൂടെ അവിയൽ പരുവത്തിലാണ് മുതൽ. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഇവിടെ ബെഡിൽ നിന്ന് എണീക്കും, ഇവൻ ഈ ബെഡിന്റെ സൈഡിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഛർദ്ദിക്കും, അതുകൊണ്ട് കളയും. ചിലപ്പോൾ ബക്കറ്റ് പോലും കാണത്തില്ല, ഈ റൂമിലൊക്കെ ആയിരിക്കും. കാരണം വൊമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോയില്ല കാരണം കൊണ്ട്. എൻ്റെ വീട് ഇവിടെ നിന്ന് 100 കിലോമീറ്റർ ദൂരത്താണ്. ഞാൻ എപ്പോഴെങ്കിലും പോയാലും ഞാൻ അവിടെ കിടപ്പായി പോകും, അതുപോലത്തെ അവസ്ഥയായിരുന്നു. പ്രഗ്നൻസി എന്ന് പറഞ്ഞപ്പം നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും
രാഹുൽ പോലെ വരണമെന്നില്ല, പക്ഷെ എനിക്ക് ഛർദിലായിരുന്നു. ഞാൻ എടുത്തു വന്നാലേ ഇവനെ കണ്ടാൽ എനിക്ക് വാള് വെക്കും. അത് നമ്മള് കുറെ പേരെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡിനെ കാണുമ്പോൾ വിചാരിക്കുന്നില്ല, കാരണം അത്രയും നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മള് പയ്യാന്ന് പറയും ചങ്കും ചങ്കുമായിട്ട് നടന്നിട്ട് പെട്ടെന്ന് എന്നെ കാണുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരുന്നു, നീ മാറിപ്പോ, ഞാൻ പല്ല് വെച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിക്കാൻ പറയാം, നീ പോയി പല്ല് കേക്ക്, നിന്റെ സ്മെല്ല് വരുന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ടാ എക്സ്ട്രീം സ്മെല്ല്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സംശയം തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ വീട്ടിൽ ചിക്കൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ചിക്കൻ കറി അമ്മയോ ചേച്ചി ആരും കൂടി ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എൻ്റെ മണം. അപ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. എനിക്ക് ഡൗട്ട് അടിച്ചു. അങ്ങനെ എല്ലാവർക്കും ഡൗട്ട് അടിച്ച് പ്രഗ്നന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ലക്ഷദ്വീപ് പോകണം. രാവിലെ 10 മണിക്ക് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് 12 മണിക്ക് ആലപ്പുഴ ട്രെയിന്. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. പക്ഷേ അന്ന് ഗോവയിൽ ലക്ഷദ്വീപിലൊക്കെ പോയി. ഇനി നമ്മൾ ബേബി മൂണൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം. ബാക്കി വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് ഇടാം. ഈ ഒരു 5 മാസം നമുക്കും ഈ പ്രഗ്നൻസി കണ്ടന്റ് ആക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. കുറെ ഫാമിലി വ്ളോഗേഴ്സ് കണ്ടിട്ട് നിങ്ങൾ മടുത്ത് കാണും. എന്നിരുന്നാലും നമ്മൾ അറിയുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പ്രധാനമായിട്ട് ചോദ്യം വന്നു, ബ്രോ എവിടെ, നിങ്ങൾ എവിടെ, നിങ്ങളുടെ വീഡിയോ കാണുന്നില്ല. അപ്പൊ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴേ എനിക്ക് വരുന്ന ന്യൂസൊക്കെ അതുപോലെ എക്സ്ട്രീം വയലൻസും കാര്യങ്ങളെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ലൈഫിൽ അത്രയും പോസിറ്റീവായിട്ടൊരു കാര്യം നടക്കുമ്പോൾ എനിക്ക് അത്ര നെഗറ്റീവ് വീഡിയോസ് ചെയ്യുമ്പം എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. നിങ്ങൾ കാണുമ്പോൾ അറിയാം എൻ്റെ വീഡിയോ ഭയങ്കര നെഗറ്റീവ് വൈബിലുള്ളതാണ്. അപ്പം എൻ്റെ മെൻ്റൽ ഹെൽത്ത് ത്യജിച്ചിട്ടാണ് എന്താ പറയുക, അതൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇത് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഈ ക്യാരക്ടറിലൂടെ തന്നെ പോകണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒതുക്കിയത്. കാരണം എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നടക്കും. അപ്പം ഞാനത് അതിനകത്തോട്ട് ഇതും കൂടെ എല്ലാം കൂടെ കുഴച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് പീസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഒതുക്കിയത്. പക്ഷേ നമ്മൾ ഇനിയും വീഡിയോസൊക്കെ പഴയ പോലെ ഇടും, ഡോണ്ട് വറി. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചു കേട്ടോ, ഒരുപാട് ചോദിച്ചു എന്താ ബ്രോ, എവിടാ ബ്രോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണ് നമുക്ക് ഇടാം അല്ലേ, നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് വ്ളോഗ് ഇടാം. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇവന്റെ വ്ളോഗിൽ ഇട്ടേക്കുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ്. അത് നമ്മള് അതിലൊരു ഗീവ് അവേ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാർസ് ഞങ്ങൾ ഗീവ് അവേ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേ. ഹോട്ട് വീൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇഷ്ടമല്ല നിങ്ങൾ ഹോട്ട് വീൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചെറിയൊരു കമന്റ് ഇട്ട് വെച്ചേ, ഞാൻ തൂക്കിക്കോളാം. ഞങ്ങളുടെ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ ഫുൾ ഡൗൺ ആയിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നേക്കാളും ഇവനാണ് എന്നെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ചായതുകൊണ്ട് ആ ഒരു ടൈം നമ്മൾ ഭയങ്കര ക്രൂഷ്യൽ ആണല്ലോ രണ്ടുപേരും ഒരുമിച്ച്. പതിവിലും കൂടുതലായിട്ട് എൻ്റെ അക്കൗണ്ടിൽ പ്രൊമോഷൻസ് കണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ടാണ്. ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത പ്രൊമോഷൻസ് ഒക്കെയാണ്. അപ്പം ഞാൻ റെഗുലറായിട്ട് ഇടുന്ന വീഡിയോ കുറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് അക്കൗണ്ടിൽ കൊളാപ്സ് മാത്രം കയറി വന്നു. അത് ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക. ഞാനത് എന്തായാലും പഴയ പോലെ 10-15 വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പഴയ പോലെ ആക്കിക്കോളാം, നോ പ്രോബ്ലം. കുറച്ച് തിരക്കുകളൊക്കെ കണ്ടാണ്, ക്ഷമിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി എക്സ്പീരിയൻസ്? 5 മാസം വരെ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. ഓക്കെ വെച്ചാൽ 3 മാസം ഞാൻ കളഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഇനി പ്രഗ്നന്റ് ആവാൻ ഇഷ്ടമാണ്, പക്ഷെ ആ 3 മാസം എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. അതെ, ഇനി അങ്ങോട്ട് എന്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആദ്യത്തെ 3 മാസം തലവേദന, തലകറക്ക, ഛർദില്, വെള്ളം പോലും കുടിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വെയിറ്റ് കൂടുന്നില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതുപോലത്തെ അവസ്ഥ. ജിമ്മിൽ പോയിട്ട് പോലും കുറയാത്ത വെയിറ്റ് പ്രഗ്നന്റ് ആയപ്പോൾ കുറഞ്ഞു. കാരണം ഒന്നും കഴിക്കാറില്ല. വെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കുക, സ്മെല്ലടിക്കാൻ പറ്റത്തില്ല. രാവിലെ എണീക്കുമ്പോഴേ വിശക്കുന്നേന്നും പറഞ്ഞാ വരുന്നത്. എത്ര പേർക്ക് റിലേറ്റബിൾ ആവുന്ന എനിക്ക് അറിയത്തില്ല. ഫുള്ള് പ്രശ്നമായിരുന്നു ആദ്യത്തെ 3 മാസം. ഇപ്പോഴാണ് കുറച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനെങ്കിലും പറ്റുന്നത്. കുറച്ചൊക്കെ ഇപ്പോഴാണ് ആക്റ്റീവ്. ചിക്കൻ കഴിക്കാൻ, ബീഫ് കഴിക്കാൻ, അതൊക്കെ ഇപ്പോഴാണ് ഒന്ന് വരുന്നത്. പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങി. എന്റെ അക്കൗണ്ടിലും പ്രൊമോഷൻസും കാര്യങ്ങളും. കാരണം പറഞ്ഞിരുന്ന പ്രൊമോഷൻ എല്ലാം ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനിപ്പോ നമ്മൾ ചത്ത് കിടന്നാലും വീഡിയോ കൊടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു തന്ന സാധനങ്ങൾ നമുക്ക് ചെയ്തിട്ടേ പറ്റൂ. ഇനിയും ഇവിടെ ഒരുപാട് മെത്ത ഇരിപ്പുണ്ട്, പിന്നെ പെർഫ്യൂം ഇരിപ്പുണ്ട്, അതിരിപ്പുണ്ട്, ഇതിരിപ്പുണ്ട്, കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്നാൽ കൂടുതൽ പ്രൊമോഷൻസ് ഇവൊക്കെ ഇരിക്കുന്നത് ചെയ്യാനായിട്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഫുൾ ആക്റ്റീവ് ആണെങ്കിൽ പിറ്റേ ദിവസം കയ്യിൽ നിന്ന് പോവാ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പം ഇത്രയൊക്കെ തന്നെയല്ലേ നമുക്ക് നിങ്ങളെന്ന് അറിയിക്കണം തോന്നി. കാരണം ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് നമ്മളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത്. എന്താ അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ട് വരാം, റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം നിങ്ങളുമായിട്ട് കുറച്ചുകൂടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ PCOD ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് Q&A പോലെ അതും ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ, ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ അത് നമുക്ക് സെറ്റാക്കാം.
അപ്പം ഇത്രയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇതുവരെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇനി വക ഐറ്റംസ് ഞാൻ വീഡിയോയിൽ പറയാത്തതാണ്, എന്നാലും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രഗ്നൻസി ഇത്രേ ഉള്ളൂ. പ്രഗ്നൻസി റിവീൽ അല്ല, പ്രഗ്നൻസിന്റെ അപ്ഡേറ്റ് വീഡിയോ. അതെ. അപ്പം എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര. ബൈ. ദിസ് ഇസ് അണ്ണോൺ വാഴ ആൻഡ് വാഴക്കുട്ടി സൈനിങ് ഓഫ്.